ഈ കാണുന്നതാണ് വാഗമൺ മെഡോസ് അഥവാ വാഗമൺ മൊട്ടക്കുന്നുകൾ. എൻട്രൻസിൽ നിന്ന് 25 രൂപയുടെ പാസ് എടുത്ത് വേണം നമുക്ക് അകത്ത് പ്രവേശിക്കാൻ. ഞാൻ ഫാമിലിയായിട്ട് തിരുവോണത്തിൻ്റെ അന്നാണ് ഇവിടെ എത്തിയത്. വീഡിയോ ഇറക്കാൻ കുറച്ച് താമസിച്ചു പോയി, കുറച്ച് തിരക്കായി പോയി. അപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ കുറേ താമസം വന്നു. ഒരുപാട് മനോഹരങ്ങളായ ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ളൊരു സ്ഥലമാണ് വാഗമൺ. അതിലെ ഒരു പ്രധാന ആകർഷണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഗമൺ മൊട്ടക്കുന്നുകൾ. ഒരുപാട് മലയാള സിനിമകളും ഒരുപാട് തമിഴ് സിനിമകളും അതുപോലെ തെലുങ്ക് സിനിമകളും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും പാട്ട് സീനുകളാണ് വാഗമണിൽ ഷൂട്ട് ചെയ്യാറ്. അതിൽ വാഗമൺ ഷൂട്ട് ചെയ്ത എല്ലാ സിനിമകളിലും അല്ലെങ്കിൽ ആ പാട്ട് സീനിലും ഒക്കെ ഈ മൊട്ടക്കുന്നുകൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, മൂന്നാർ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് ഈ വാഗമൺ. നല്ല ക്ലൈമറ്റാണ്, ഏറെക്കുറെ മൂന്നാർ പോലെ തന്നെ നല്ല തണുപ്പും മഞ്ഞും കോടയൊക്കെ ഉള്ളൊരു അടിപൊളി ക്ലൈമറ്റാണ് ഇവിടുത്തെ. എറണാകുളം ജില്ലക്കാർക്കും കോട്ടയം ജില്ലക്കാർക്കും ഇടുക്കി ജില്ലക്കാർക്കൊക്കെ വൺ ഡേ ട്രിപ്പിന് പറ്റിയ അടിപൊളി സ്ഥലമാണ് വാഗമൺ. രാവിലെ വന്നാൽ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോകാൻ പറ്റും. വാഗമണിൽ വരുമ്പോൾ കണ്ടിരിക്കേണ്ട മനോഹരമായ 2 സ്പോട്ടുകൾ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ടീ ലേക്ക് എന്ന് പറഞ്ഞൊരു ബോട്ടിംഗ് സെൻ്ററാണ്, പിന്നെ ഒന്ന് അഡ്വഞ്ചർ പാർക്കിനടുത്തുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് രണ്ടും മസ്റ്റായിട്ട് നിങ്ങൾ ഇവിടെ വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ഇനി ഇവിടുത്തെ തന്നെ ഒരു ആകർഷണമായിട്ടുള്ള ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത തവണ ഇറക്കുന്നതാണ്. എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അത് എഡിറ്റിങ് കഴിഞ്ഞിറങ്ങുന്നതാണ്. ഇവിടെ മെയിനായിട്ട് വന്ന് ഈ മൊട്ടക്കുന്നുകളിൽ എന്താ പറയുക, കഥയൊക്കെ പറഞ്ഞ് കമ്പനിയൊക്കെ അടിച്ചിരിക്കാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിംഗ് ഇതുണ്ട്, കണ്ടോ, ഒരു ലേക്കാണ്, അവിടെ ബോട്ടിംഗ് ഉണ്ട് ആക്ടിവിറ്റിക്ക് വേണമെങ്കിൽ. പിന്നെ ഇവിടെ വേറെ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വേറെ കുറേ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാഗമണിനുള്ളൊരു ട്രിപ്പ് നമുക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, അല്ലെങ്കിൽ അവിടെ വരെ വെറുതെ പോയല്ലോ കാശ് പോയല്ലോ എന്ന് ചിന്തിക്കേണ്ടി വരില്ല. നല്ല ക്ലൈമറ്റാണ്, നല്ല ഗ്രീനറിയാണ്, പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇതുപോലെയൊക്കെയുള്ള ബോട്ടിങ്ങും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.